എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 6 ശ്ലോകം 5, 6, 7, 8, 9, 10 6 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. ഇക്ഷ്വാകു വംശത്തിനെ പറ്റിയിട്ട് വിസ്തരിച്ച് പറയണു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. തേഷാം പുരസ്താദഭവത് ആര്യാവർത്തേ നൃപാ പഞ്ചവിംശതി പശ്ചാശ്ച ത്രയോ മധ്യേ പരേണ്യത. നൃപ, ഹേ രാജാവേ, തേഷാം പഞ്ചവിംശതി, അവരിൽ 25 പേർ, ആര്യാവർത്തത്തിൽ പുരസ്താൽ കിഴക്കുദിക്കിൽ, നൃപാ അഭവൻ, രാജാക്കന്മാരായി ഭവിച്ചു. പശ്ചാച്ച പടിഞ്ഞാറുദിക്കിലും, പഞ്ചവിംശതി 25 പേർ, മധ്യത്തിൽ ത്രയ 3 പേർ, അവരെ അന്യത മറ്റു ദിക്കുകളിൽ. ഹേ രാജാവേ, അവരിൽ 25 പേര് ആര്യാവർത്തത്തിന്റെ കിഴക്ക് ദിക്കിലുള്ള രാജ്യങ്ങളിലും, 25 പേര് പടിഞ്ഞാറുള്ള രാജ്യങ്ങളിലും, 3 പേര് മധ്യദേശങ്ങളിലും, ബാക്കിയുള്ളവര് വടക്കും തെക്കുമുള്ള രാജ്യങ്ങളിലും രാജാക്കന്മാരായിട്ട് ഭവിച്ചു. ഇക്ഷ്വാകുവിന് 100 പുത്രന്മാരുണ്ടായെന്ന് പറഞ്ഞല്ലോ. അതാണ് 25 പേര് കിഴക്ക്, ആര്യാവർത്തത്തിന്റെ കിഴക്ക്, 25 പേര് പടിഞ്ഞാറ്, മറ്റു 3 പേര് മധ്യദേശങ്ങളിലും, ബാക്കിയുള്ളവരൊക്കെ വടക്കും തെക്കുമുള്ള രാജ്യങ്ങളിലൊക്കെ രാജാവായി. സ ഏകദാ അഷ്ടകാശ്രാദ്ധേ ഇക്ഷ്വാകുസുതമാദിശൽ മാംസമാനീയതാം മേധ്യം വികുക്ഷേ ഗച്ഛ മാചിരം. സ ഇക്ഷ്വാകു, ഏകദാ ഒരു ദിവസം, അഷ്ടകാശ്രാദ്ധത്തിൽ, വികുക്ഷേ, ഹേ വികുക്ഷേ, ഗച്ഛ പോയാലും, മേധ്യം മാംസം, ശുദ്ധമായ മാംസത്തെ, ആനീയതാം ആനയിച്ചാലും, മാചിരം കാലതാമസം വേണ്ട എന്ന് സുതം ആദിശൽ പുത്രനോട് പറഞ്ഞു. ആ ഇക്ഷ്വാകു മഹാരാജാവ് ഒരു ദിവസം അഷ്ടകാശ്രാദ്ധത്തിലെ പിതൃക്കൾക്ക് നിവേദിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായിട്ടുള്ള മാംസം കൊണ്ടുവരാനായിട്ട് വികുക്ഷി എന്നു പേരായ പുത്രനോട് പറഞ്ഞു. ഈ അഷ്ടകം എന്ന് വെച്ചാൽ, അഷ്ടകാശ്രാദ്ധം എന്ന് വെച്ചാൽ സപ്തമി, അഷ്ടമി, നവമി, ത്രയോദശി, ഈ 4 ദിവസങ്ങളെയാണ് അഷ്ടകാ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 ദിവസങ്ങള് ഒരു പക്ഷത്തിലുള്ള ദിവസങ്ങളില് ഏറ്റവും അതിശ്രേഷ്ഠങ്ങളാണെന്ന് സ്മൃതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അഷ്ടകാശ്രാദ്ധം ചെയ്തു. അപ്പൊ വേഗം വരണം, ഒട്ടും സമയം കളയരുത് എന്നും കൂടി പ്രത്യേകം പറഞ്ഞു മാംസം കൊണ്ടുവരാൻ. അങ്ങനെ തഥേതി സവനം ഗത്വാ മൃഗാൻ ഹത്വാ ക്രിയാർഹണാൻ ശ്രാന്തോ ബുഭുക്ഷിതോ വീര ശശം ജാതതപസ്മൃതി. വീര സ തഥാ ഇതി, വീരനായ അദ്ദേഹം അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് വനം ഗത്വ, കാട്ടിലേക്ക് പോയി. ക്രിയാർഹണാൻ മൃഗാൻ, ക്രിയായോഗ്യങ്ങളായ മൃഗങ്ങളെ, ഹത്വ ഹനിച്ചിട്ട്, ശ്രാന്ത ക്ഷീണിച്ചവനും, ബുഭുക്ഷിത വിശന്നവനുമായിട്ട്, അപസ്മൃതി അപഗതയായ സ്മൃതിയോടുകൂടിയവനായി, ശശത്തെ ആദത് ച ഭക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ആ വീരനായ വികുക്ഷി പിതാവിന്റെ കൽപ്പന അംഗീകരിച്ച് വനത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ശ്രാദ്ധത്തിന് നിവേദിക്കാൻ കൊള്ളാവുന്ന മൃഗങ്ങളെ വേണമല്ലോ, അത് അന്വേഷിച്ച് നടന്ന് വധിച്ച് കൈവശത്താക്കി. ആ നായാട്ടില് അപ്പൊ കുറെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നത് കാരണം പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ തളർന്നു, വല്ലാത്ത വിശപ്പായി. അപ്പൊ ആ ശ്രാദ്ധത്തിനുള്ളതാണെന്നതുകൊണ്ട് ഓർക്കാതെ മുയലിനെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്. ആ മുയലിന്റെ മാംസം ഭക്ഷിച്ചു. ശേഷം നിവേദയാമാസ പിത്രേ തേന ച തൽഗുരു ചോദിത പ്രോക്ഷണായാഹ ദുഷ്ടമേതത് അകർമ്മകം. ശേഷം അവശിഷ്ടത്തെ പിത്രേ നിവേദയാമാസ, പിതാവിനായിക്കൊണ്ട് സമർപ്പിച്ചു. തേന അദ്ദേഹത്തിനാൽ, പ്രോക്ഷണത്തിനായിക്കൊണ്ട്, ചോദിത പ്രേരിപ്പിക്കപ്പെട്ട, തദ്ഗുരു അദ്ദേഹത്തിന്റെ ഗുരു, ദുഷ്ടം ഏതത് ദുഷിച്ചിരിക്കുന്ന ഇത്, അകർമ്മകം കർമാർഹമല്ല എന്ന് ആഹ പറഞ്ഞു. അങ്ങനെ ആ ഭക്ഷിച്ച് ശേഷിച്ച മാംസാണല്ലോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു.
സമർപ്പിച്ചു. പിതാവായ ഇക്ഷ്വാകു തന്റെ ഗുരുവായിട്ടുള്ള ആ വസിഷ്ഠനോട് മാംസം ശുദ്ധമാക്കിയെടുത്ത് ശ്രാദ്ധത്തിന് ഉചിതമായ വിധത്തിൽ സംസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ വസിഷ്ഠ മഹർഷിക്ക് മനസ്സിലായി അത് കണ്ടപ്പോ തന്നെ. അദ്ദേഹം പറഞ്ഞു, ഉച്ഛിഷ്ടമായ ഈ മാംസം കർമ്മത്തിന് ഉപയോഗിക്കാൻ യോഗ്യമല്ല എന്ന് ആചാര്യനായ അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഇക്ഷ്വാകുവിന് അത് കേട്ടപ്പോ വല്ലാത്ത വ്യസനം ദേഷ്യവും വന്നു. ജ്ഞാത്വാ പുത്രസ്യ തൽക്കർമ്മ ഗുരുണാഭിഹിതം നൃപ ദേശാൻ നിസ്സാരയാമാസ സുതം ത്യക്തവിധിം വൃഷ. ഗുരുണാ അഭിഹിതം, ഗുരുവിനാൽ പറയപ്പെട്ട പുത്രസ്യ തൽക്കർമ്മ, പുത്രന്റെ ആ കർമ്മത്തെ ജ്ഞാത്വ അറിഞ്ഞിട്ട്, നൃപ രാജാവ്, രുഷ ദേഷ്യത്താൽ, ത്യക്തവിധിം സുതം മര്യാദയെ ഉപേക്ഷിച്ച പുത്രനെ ദേശാൽ ദേശത്തിൽ നിന്ന് നിസ്സാരയമാസ പുറത്താക്കി. ഗുരു ആയിട്ടുള്ള വസിഷ്ഠ മഹർഷിയാണ് പറഞ്ഞപ്പോ ഇങ്ങനൊരു കർമ്മം, ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ടതല്ലേ, അങ്ങനെയാണ് ആ ഉച്ഛിഷ്ടം ആയിട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് വല്ലാതെ കോപിച്ചു ഇക്ഷ്വാകു മഹാരാജാവ്. ശാസ്ത്രമര്യാദയെ അതിക്രമിച്ച ആ പുത്രനെ അദ്ദേഹം രാജ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. സതു വിപ്രേണ സംവാദം ജാപകേന സമാചരൻ തെക്വാ കളേബരം യോഗി സതേനാവാപ യത്പരം. സതു അദ്ദേഹമാകട്ടെ ജാപമേന വിപ്രേണ ജപിപ്പിക്കുന്ന വിപ്രനോടുകൂടി, സംവാദം സംഭാഷണത്തെ, സമാചരൻ അനുഷ്ഠിക്കുന്നവനായി, യോഗിയായി, കളേബരം തെക്വ ശരീരത്തെ ത്യജിച്ചിട്ട്, തേന അതുകൊണ്ട്, യത് പരം പരമമായ യാതൊന്നിനെ അവാപ പ്രാപിച്ചു. അങ്ങനെ ഇക്ഷ്വാകു മഹാരാജാവ് പിന്നെ ആചാര്യനായ വസിഷ്ഠനോടുകൂടി വേദാന്ത വിചാരം ചെയ്ത് ആ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം വിഷയവിരക്തി സമ്പാദിച്ച് യോഗിയായിട്ട് തത്വവിചാരം ചെയ്ത് പരബ്രഹ്മത്തെ പ്രാപിച്ചു. അദ്ദേഹം മോക്ഷം നേടി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.